നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഈ സൊസൈറ്റിയുടെയും എല്ലാവിധ പ്രശ്നങ്ങൾ, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ളതുമായിട്ടുള്ള ഇനി വരാൻ പോകുന്ന കുറെ ഹ്യൂമൻ ത്രെട്ടാണുള്ള ഇഷ്യൂസും എല്ലാം ഞങ്ങൾ സോൾവ് ചെയ്ത് തരട്ടെ. എങ്ങനെയാണെന്നല്ലേ? അതിനു മുമ്പ് നമുക്ക് ഫോറസ്റ്റ് ബാത്തിങ് എന്താണ്, ഫോറസ്റ്റ് തെറാപ്പി എന്താണെന്ന് അറിയാം. അറ്റ് റൈറ്റ് ദിസ് മൂമെന്റ് ഞാൻ നിൽക്കുന്നത് ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലാണ്. ഈ ഒരു ഫോറസ്റ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ ബോഡി ഫോറസ്റ്റ് ബാത്തിങ്ങിലേക്ക് എൻഗേജ് ആയി കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണെന്നല്ലേ? ജസ്റ്റ് ബൈ ഇൻഹേലേഷൻ, എക്സ്ഹേലേഷൻ. ഇവിടുത്തെ എയറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോർമൽ ബ്രീത്ത് ചെയ്യുന്ന എയർ പോലെയല്ല. അതിലുള്ളത് കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, അങ്ങനെ ഒരുപാട് പൊല്യൂട്ടൻസ് ആണ്. പക്ഷെ ഇവിടെ ഉള്ളത് ഫൈറ്റോൺസൈഡ്സ് ആണ്. ഫൈറ്റോൺസൈഡ്സ് എന്താണെന്ന് അറിയണോ അല്ലേ? പറഞ്ഞുതരാം. ഈ മരങ്ങൾ നമുക്കുള്ള പോലെ തന്നെ ഈ മരങ്ങൾക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവർ ചുറ്റുമുള്ള പാരസൈറ്റിനെ എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പുറത്തേക്ക് വിടുന്ന ഇവരുടെ ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് ഫൈറ്റോൺസൈഡ്സ് എക്സ്പെലേഷൻ. ആക്ച്വലി ഫൈറ്റോൺസൈഡ്സ് എന്ന് പറയുന്നത് ഒരു വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഈ ഒരു എയറിൽ അപ്പോൾ ഈ ഫൈറ്റോൺസൈഡ്സ് ഈ കാടിന്റെ ഉള്ളിലാണെങ്കിലും കാടിന്റെ പുറത്താണെങ്കിലും ഫൈറ്റോൺസൈഡ്സ് മിക്സ്ഡപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഫൈറ്റോൺസൈഡ്സ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. എന്തൊക്കെയാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്നത് ഞാൻ പറയാം. വാ കേൾക്കാം.